സഹൃദരെ നമസ്കാരം. അങ്ങനെ മാച്ച് 24 മുംബൈ ഇന്ത്യൻസ് വേഴ്സസ് പഞ്ചാബ് കിങ്സ് 11 ഫസ്റ്റ് ഇന്നിങ്സ് കഴിഞ്ഞിരിക്കുകയാണ്. മുംബൈ ഇന്ത്യൻസ് 195-6 എന്ന നിലയിൽ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. 196 പഞ്ചാബിന് ജയിക്കാൻ വേണ്ടത്. അത് ആദ്യമേ തന്നെ 2 വിക്കറ്റ് റിക്കിൾട്ടനും അതുപോലെ തന്നെ നമ്മുടെ സൂര്യകുമാർ ആദ്യമേ തന്നെ അടുത്തടുത്ത ബോളിൽ നമ്മുടെ അർഷദീപ് അങ്ങ് എടുത്തായിരുന്നു. 12-2 എന്ന നിലയിൽ തകരും എന്ന് വിചാരിച്ച നിലയിൽ ഞാൻ അതിനു മുമ്പേ പ്രഡിക്റ്റ് ചെയ്ത കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇന്ന് ഡീകോക്കിൻ്റെ ദിവസമോ ഡീകോക്ക് 50 അടിക്കുമോ ഡീകോക്കിൻ്റെ ദിവസമായിരിക്കുമോ എന്ന് ചോദിച്ചതുപോലെ ഇന്ന് ഡീകോക്കിൻ്റെ ദിവസമായിരുന്നു. ഡീകോക്ക് ഒരു 112 റൺസ് 60 ബോളിൽ നിന്ന് അങ്ങ് അടിച്ചു കേട്ടോ. ഒരു 7 6 സൂപ്പർ ഒരു രക്ഷയില്ലാത്ത ഇന്നിങ്സ്. നമ്മുടെ നമൻദീറുമായിട്ട് 12-2 എന്ന നിലയിൽ 134-3 എന്ന നിലയിൽ മാറ്റിയായിരുന്നു സ്കോർ. 122 റൺസാണ് അവർ പാർട്ണർഷിപ്പ് നടത്തിയത്. നമൻദീർ ഒരു 50 റൺസ് 31 ബോൾ എടുത്തായിരുന്നു, 3 6. ഇതിനിടയ്ക്ക് ചാഹൽ ഒരു ക്യാച്ച് കളഞ്ഞായിരുന്നു. ചാഹലിന് അതിൻ്റെ ഭവിഷ്യത്ത് പിന്നീട് മനസ്സിലാവുകയും ചെയ്തു. 5 ഓവറിൽ 32 റൺസിന് 2 എന്ന നിലയിൽ നിൽക്കുമ്പോൾ പവർ പ്ലേ ലാസ്റ്റ് ഓവർ ഫിനിഷ് ചെയ്തത് 6 ഓവറിൽ 48 റൺസിന് 2 എന്ന നിലയിലാണ്. അതിൻ്റെ അടുത്ത ഓവർ പവർ പ്ലേ കഴിഞ്ഞ് ആദ്യത്തെ ഓവർ ചാഹൽ എറിയാൻ വന്നു. ചാഹൽ ഒരു എന്താ പറയുക ഒരു 19 റൺസ് ഓവറിൽ അങ്ങ് വാങ്ങിച്ചു. 7 ഓവറിൽ 67 എന്ന നിലയിലായപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അവിടെയാണ് ആ ഗെയിം ചേഞ്ചിങ് മൊമെൻറ്റ് വന്നത്. ഈ സ്കോർ 195 എത്തിയ ഇതിന് മുകളിൽ പോകുമായിരുന്നു. നമൻദീർ ഔട്ടായത് ബ്രെഡ് ലൈനിൻ്റെ ഒരു അടിപൊളി ക്യാച്ചും അത് കഴിഞ്ഞിട്ട് ശ്രേയസ് ഒരു അസാധ്യ കാഴ്ച എടുത്തു നമ്മുടെ പാണ്ഡ്യന് വേണ്ടിയിട്ട്. എൻ്റെ പൊന്നോ, അത് ഏറ്റവും അടുത്ത് ക്ലോസ് ആയിട്ട് ആ ക്യാച്ച് കണ്ടത് നമ്മുടെ ശർമാജിയും കയ്യുമാണ്. അവർ തലയിൽ കൈ വയ്ക്കുന്നൊരവസ്ഥയായിരുന്നു. അത് നേരെ ചാടി ബൗണ്ടറിക്ക് അപ്പുറത്ത് എയറിൽ നിന്നുകൊണ്ട് ജാൻസൻ്റെ കയ്യിലോട്ട് എറിഞ്ഞു കൊടുത്തു. ജാൻസൻ്റെ പേരിലാണ് വിക്കറ്റ് ആ ക്യാച്ച് എങ്കിലും അത് ശ്രേയസ് അയ്യൻ്റെ 99.5% ശ്രേയസിൻ്റെ എഫേർട്ടാണ്. അതുപോലെ എന്താ പറയുക, പിന്നെ വേറെ സ്കോറേഴ്സ് ഒന്നും അധികം ഉണ്ടായില്ല. നമ്മുടെ എന്താ പറയുക റുത്തർഫോർഡ് 5 ബോൾ റണ്ണ് വന്നിട്ട് ഒരു 4ഓളം ബോൾ വേസ്റ്റ് ആക്കിയായിരുന്നു. അതുപോലെ ഹർഷദീപ് 22 റൺസിന് 3 വിക്കറ്റ് 4 ഓവറിലും. ജാൻസൺ 30 റൺസിന് 1 വിക്കറ്റ് എടുത്തായിരുന്നു. ശശാങ്ക് 19 റൺസിന് 1 വിക്കറ്റ് എടുത്തു. ശശാങ്കാണ് ആ വിക്കറ്റ് എടുത്ത എന്താ പറയുക പാർട്ണർഷിപ്പ് ബ്രേക്ക് ചെയ്ത്. എന്തായാലും ഇത് ചേസ് ചെയ്യുമോ അതോ നമ്മുടെ മുംബൈ ഇന്ത്യൻസ് ഡിഫെൻഡ് ചെയ്യുമോ ഇല്ലേ? ബുംറ ആണെങ്കിൽ ഇതുവരെ ഈ സീസണിൽ ഒരു വിക്കറ്റ് പോലും എടുത്തിട്ടില്ല. ഇന്ന് എങ്ങനെ എറിയും, ഇന്ന് വിക്കറ്റ് എത്ര എടുക്കും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. സെക്കൻഡ് ഇന്നിങ്സ് കഴിഞ്ഞ് കാണാം. ബൈ.